ഹായ്, ഞാൻ ഡോക്ടർ ആൻ്റണി ജോസഫ്. നമ്മിലാരാണ് എന്നും ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ ചുറുചുറുക്കോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നാം എല്ലാവരും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നാം എല്ലാവരും പൊതുവെ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ്. എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകുവാനും മെഡിസിൻ കഴിക്കുവാനും നാം കാണിക്കുന്ന താല്പര്യം ആരോഗ്യകാര്യങ്ങളിലുള്ള നമ്മുടെ ജാഗ്രതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത്, വിജയങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയൊക്കെ എപ്പോൾ വേണമെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടെന്നാൽ, എന്തെങ്കിലും രോഗം മൂലമോ എങ്ങനെയെങ്കിലും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ എന്ത് വില കൊടുത്തും അത് പൂർവ്വസ്ഥിതിയിൽ ആക്കുവാൻ സാധിക്കില്ല. നാം എല്ലാവരും എങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്ക് പണം കൊടുത്ത് മരുന്ന് വാങ്ങിക്കാം, എന്നാൽ പണം കൊടുത്ത് ആരോഗ്യം വാങ്ങിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ ശരിയാണത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? എന്തെങ്കിലും രോഗങ്ങൾ മൂലമോ ഒക്കെ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാതെ ഇപ്പോൾ മുതൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ, നല്ല ചിട്ടയാർന്ന ഒരു ജീവിത ശൈലി നാം പിന്തുടർന്നാൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ മനസ്സ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ആ പ്രവർത്തനം നാം പ്രയോജനപ്പെടുത്തി ചിട്ടയായ ജീവിതശൈലിയിലൂടെ യൗവനത്തിൻ്റെ പ്രസരിപ്പ് നമുക്കെന്നും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. പ്രായമായിട്ടും യൗവനത്തിൻ്റെ പ്രസരിപ്പ് കാത്തു സൂക്ഷിച്ച ധാരാളം പേരെ നമുക്ക് പരിചയമുണ്ട്. പ്രസിദ്ധ നാടകകൃത്തായിരുന്ന ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിൻ്റെ 96-ാം വയസ്സിലും ചുറുചുറുക്കോടെ ജോലി ചെയ്യുമായിരുന്നു. മൈക്കൽ ആഞ്ചലോ 80 വയസ്സിന് ശേഷവും ക്യാൻവാസിൽ നല്ല ചിത്രങ്ങൾ പകർത്തുമായിരുന്നു. സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ 85-ാം വയസ്സിന് ശേഷവും ചുറുചുറുക്കോടെ ഗവേഷണ ജോലികളിൽ മുഴുകുമായിരുന്നു. നമ്മുടെ മനസ്സാണ് ശരീരത്തെ ഭരിക്കുന്നത്. നമ്മുടെ ശരീരം മുഴുവനായും അതിൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മനസ്സാണ് മാനസിക അവസ്ഥയുടെ കേന്ദ്രം. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ജനിച്ച അദ്ദേഹത്തിന് 21 വയസ്സുള്ളപ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് പിടിപെട്ടു. ഡോക്ടർമാർ അദ്ദേഹത്തിന് 2 വർഷത്തെ ആയുസ് കൂടിയാണ് വിധിച്ചത്. എന്നാൽ അദ്ദേഹം കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. തൻ്റെ മനസ്സിൽ ഒരു ബോധ്യം കൊടുത്തു, ഞാൻ ഇനിയും ജീവിച്ചിരിക്കും, എനിക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം വീണ്ടും ഗവേഷണ പ്രവർത്തനങ്ങളിൽ മുഴുകി. അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പ്രൊഫസറായി ജോലി ചെയ്തു. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. ധാരാളം ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. സർ ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷമുള്ള ഏറ്റവും വലിയ തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റ് എന്ന ഒരു ബഹുമതി അദ്ദേഹം സ്വന്തമാക്കി. ബെസ്റ്റ് സെല്ലറായി മാറിയ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകവും അദ്ദേഹം രചിച്ചു. ഡോക്ടർമാർ 2 വർഷം ആയുസ് പറഞ്ഞ അദ്ദേഹം 55 വർഷം കൂടി ജീവിച്ചിരുന്നതിന് ശേഷമാണ് മരണത്തിന് കീഴ്പ്പെട്ടത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അതാണ് മനസ്സിൻ്റെ ശക്തി. ഒരാൾ മനസ്സിൽ താൻ അത്ര ബലവാനാണെന്ന് ചിന്തിക്കുന്നുവോ അത്രയും തന്നെ ബലവാനാണ് എന്ന് ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞിട്ടുണ്ട്. തികച്ചും ശരിയാണ്. ഈ മനസ്സിൻ്റെ സാധ്യതകൾ
പ്രയോജനപ്പെടുത്തി നമ്മുടെ ശാരീരിക ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നമ്മുടെ മനസ്സ് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി നമ്മുടെ ഓരോ കോശങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഗുണപരമാകാം, ദോഷകരമാകാം. ചിന്തകൾക്ക്, വാക്കുകൾക്ക് നമ്മുടെ ശാരീരിക കോശങ്ങളെ സ്വാധീനിക്കുവാൻ കഴിവുണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ചിട്ടയായ ജീവിത രീതിയിലൂടെ നമുക്ക് നമ്മുടെ ശരീരം വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ താമസിപ്പിക്കുവാൻ സാധിക്കും. നമ്മുടെ ശരീരകോശങ്ങൾക്ക് 150 വർഷം വരെ ജീവിച്ചിരിക്കുന്നതിനുള്ള ആയുസ്സുണ്ട്. പക്ഷേ തെറ്റായ ജീവിത രീതികൾ, തെറ്റായ ഭക്ഷണ രീതികൾ, തെറ്റായ മാനസിക വ്യാപാരങ്ങൾ തുടങ്ങിയവ മൂലം ആരും അത്രയധികം ജീവിച്ചിരിക്കുന്നില്ല. ഒരു ശരാശരി മനുഷ്യൻ 70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ് ഒക്കെ ആകുമ്പോൾ മരണത്തിന് കീഴ്പ്പെടുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു ഭൗതിക വസ്തുവല്ല. വെറും ഒരു ഭൗതിക വസ്തുവാണെങ്കിൽ അത് തേയ്മാനത്തിന് വിധേയമാകും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇരുമ്പ് കഷ്ണം അതിന് രൂപാന്തരം വരുത്തി ഒരു കത്തിയാക്കി മാറ്റിയാൽ കത്തി ഉപയോഗിക്കും തോറും അത് തേഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഉപയോഗിക്കാതെ ഒരു ഇരുമ്പ് കഷ്ണം വെറുതെ കിടക്കുകയാണെന്ന് വിചാരിക്കുക, അത് മെല്ലെ തുരുമ്പെടുത്ത് നശിച്ചു പോകും. എന്നാൽ മനുഷ്യ ശരീരം അപ്രകാരമല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ ധിഷണ ശക്തിയുണ്ട്. അതാണ് ജീവൻ്റെ സത്ത. യോഗിവര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ കാര്യം തിരിച്ചറിഞ്ഞിരുന്നു. അവർ ഇത് പ്രയോജനപ്പെടുത്തി വാർദ്ധക്യത്തിലും യൗവനത്തിൻ്റെ ഊർജ്ജസ്വലത കാത്തു സൂക്ഷിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും 3 തരത്തിലുള്ള പ്രായം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന്, വർഷക്കണക്കായ പ്രായം, ക്രോണോളജിക്കൽ ഏജ്. 2, ശരീരശാസ്ത്രപരമായ പ്രായം, ജൈവപരമായ പ്രായം. 3, മനഃശാസ്ത്രപരമായ പ്രായം. ഇതിൽ ഒന്നാമത്തേത് നമ്മുടെ ജനനത്തീയതി അനുസരിച്ചുള്ള പ്രായമാണ്. അതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഔദ്യോഗിക പ്രായം 25 വയസ്സുണ്ട്, 30 വയസ്സുണ്ട്, 50 വയസ്സുണ്ട് എന്നിങ്ങനെയൊക്കെ പറയും. രണ്ടാമത്തേതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശരിക്കുള്ള അവസ്ഥ. ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന, ജീവിത സാഹചര്യങ്ങൾ, ജീവിത രീതികൾ, കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഈ പ്രായത്തെ ബാധിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഔദ്യോഗികമായി 60 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജൈവപരമായ പ്രായം ചിലപ്പോൾ 40 വയസ്സുള്ള ഒരു വ്യക്തിയുടേതിന് സമാനമായ രീതിയിൽ ആരോഗ്യമുള്ളതായിരിക്കാം. മറിച്ച് സംഭവിക്കാം, 45 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജൈവപരമായ പ്രായം 60 വയസ്സുള്ള ഒരു വ്യക്തിയുടേതിന് സമാനമായും മാറാം. ഒരേ വയസ്സുള്ള 2 പേരുടെ ശരീരം, ജൈവപരമായ പ്രായം, ശാരീരിക അവസ്ഥ ഒരിക്കലും ഒരുപോലെ ആവില്ല. മനഃശാസ്ത്രപരമായ പ്രായം, അത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ്. എനിക്കെത്ര പ്രായം ഉണ്ട്, എനിക്കെൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധ്യമാണ് ആ മനഃശാസ്ത്രപരമായ പ്രായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രായത്തിൽ, അതായത് വർഷക്കണക്കായുള്ള പ്രായത്തിൽ നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. എന്നാൽ രണ്ടാമത്തെ പ്രായത്തിൽ, ജൈവപരമായ പ്രായത്തിൽ നമുക്ക് മാറ്റം വരുത്തി എന്നും നമുക്ക് ആരോഗ്യത്തോടെ, യൗവനത്തിൻ്റെ ചോരത്തിളപ്പോടെ, ചുറുചുറുക്കോടെ ജീവിക്കുവാൻ സാധിക്കും. അതിന് വേണ്ട കാര്യങ്ങളാണ്, കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഓരോന്നോരോന്നായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞു തരുന്നത്. അതിനു വേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനോഭാവമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാം ഒരിക്കലും എനിക്ക് പ്രായമായി, എനിക്ക് വയസ്സായി എന്നിങ്ങനെ ചിന്തിക്കരുത്. ചില വ്യക്തികളെ സമൂഹത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. പ്രായവിധല്ലേ, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇത്തരം വ്യക്തികൾ പൊതുവെ അലസ സ്വഭാവമുള്ളവരും മന്ദതയുള്ളവരുമായിരിക്കും. ഒരിക്കലും അങ്ങനെ
സംസാരിക്കുവാനും പറയുവാനും ചിന്തിക്കുവാനും പാടില്ല. കാരണം നമ്മുടെ കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും നമ്മുടെ ചിന്തകൾക്ക്, വാക്കുകൾക്ക് കാതോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി, നമ്മുടെ വാക്കുകൾക്കനുസൃതമായി സെല്ലുകൾക്ക് രൂപാന്തരം പ്രാപിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ജോലിയിൽ നിന്നും വിരമിക്കുന്ന ചിലർ ജോലിയിൽ നിന്നും വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നല്ല ആരോഗ്യ ദൃഢഗാത്രരായിരുന്നെങ്കിലും വിരമിച്ച് 1-2 വർഷം കഴിയുമ്പോൾ ഓജസ്സും ഊർജ്ജസ്വലതയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടും പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതായിട്ടും ചിലപ്പോൾ പെട്ടെന്ന് മരണം സംഭവിക്കുന്നതായിട്ടും നാം കാണാറുണ്ട്. എന്താണ് ഇതിന് കാരണം? അവരുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ധാരണ, ഞാൻ പെൻഷനായി, എന്നെക്കൊണ്ട് ഇനി സമൂഹത്തിന് ആവശ്യമില്ല, ഞാൻ വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ് എന്നൊരു ചിന്തയാണ് ഉണ്ടാകുന്നത്. അതനുസരിച്ച് അവരുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും പ്രതികരിക്കുകയും ഓരോ കോശങ്ങളും വാർദ്ധക്യത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുകയും വാർദ്ധക്യം കീഴ്പ്പെടുത്തുകയും ചെയ്യും. നാം ഒരിക്കലും മനസ്സുകൊണ്ട് വിരമിക്കുവാൻ പാടില്ല. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ ഇത് എൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമായിട്ട് വേണം കാണുവാനായിട്ട്. ഇതൊരു പുതിയ വെല്ലുവിളിയാണ്. ഞാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായി, അതിൻ്റെ ആരംഭമാണ് എന്നിങ്ങനെയുള്ള ചിന്തകളോടെ നല്ല ഊർജ്ജസ്വലതയോടെ മുമ്പോട്ട് പോകുന്നവർക്ക് ശാരീരിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് വിരമിച്ചവരെ പറ്റി മാത്രമല്ല പറഞ്ഞത്, നാം എല്ലാവരും ഏത് പ്രായത്തിലാണെങ്കിലും പ്രായമായതിനു ശേഷമല്ല ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ജൈവപരമായ പ്രായം എത്രയാണോ അത് ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്പർ 1 കാര്യം, നാം ഒരിക്കലും പ്രായമായി, വയസ്സായി എന്നൊരു ബോധ്യം ഉള്ളിലേക്ക് കൊടുക്കരുത്. ഞാൻ യങ്ങാണ്, ചെറുപ്പമാണ്, ചെറുപ്പക്കാരൻ്റെ ഊർജ്ജസ്വലത ആണ് എന്നിലൂടെ ഒഴുകുന്നത് എന്നുള്ളൊരു ബോധ്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. നമുക്ക് ആ ഊർജ്ജസ്വലത നിലനിർത്തുവാൻ സാധിക്കും. സമയക്കുറവ് കൊണ്ട് അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ഏറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ക്രമമായി ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം നാം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരായി മാറണം. ഓക്കെ, താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.